ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ബുദ്ദ മിൻ ദവാമിൽ ഇസ്തിറാക്കി വൽ ഹുൽതത്തി ജമീഅ സന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഇസ്തിറാക്ക് അതുപോലെ തന്നെ ഹുൽത്തത്ത് ഉണ്ടാകുമ്പോൾ സക്കാത്തിൻ്റെ കൊടുക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. എങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഷർത്ത് കൂടിയുണ്ട്. അതായത് ഈ ഹുൽത്തത്ത് അല്ലെങ്കിൽ ഇസ്തിറാക്ക് കൂടെ രണ്ടും കൂടി ഒരുമിച്ചാവുക എന്നുള്ള, ആടുകൾ ഒരുമിച്ചാവുക എന്നുള്ള സംഗതി അതെന്താകണം, കൊല്ലം മുഴുവൻ അങ്ങനെ തന്നെ വേണം. അപ്പോൾ ഫലോ മലക കൊല്ലും മിനുമ, ഒരു കൊല്ലം അങ്ങനെ ഉണ്ടാവണം എന്നർത്ഥം. അപ്പോൾ ഓരോരുത്തരും അർബൈൻ ഷാത്തൻ, രണ്ടാൾക്കാരാണെങ്കിൽ ഓരോരുത്തർക്കും എന്തുണ്ട്, ഓരോ ആട് 40 ആടുണ്ട്. ഒറത്തൽ മുഹറമി, മുഹറമിൻ്റെ തുടക്കത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തു, അവർ രണ്ടുപേരും ഇടകലർത്തിയത്. രണ്ടാൾക്കും മുഹറമിൻ്റെ തുടക്കത്തിൽ എന്തുണ്ട്, ഓരോ ആടീസ് ഉണ്ട്. അങ്ങനെ സമയത്ത് അവർ എന്ത് ചെയ്തു, സഫറിൻ്റെ തുടക്കത്തിൽ അവർ രണ്ടാളുടെയും ആടിനെ പരസ്പരം ഇടകലർത്തി. ഫലാ തസ്ബുത്തുൽ ഹുൽതത്തു ഫി ഹാദി സനത്തി ഫിൽ ജദീദി. ജദീദ് പ്രകാരം ഈ വർഷം അവരുടെ ആ സക്കാത്തിൻ്റെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഹുൽത്തത്ത് ഒരു അസർ ഉണ്ടാക്കുകയില്ല, അത് സ്ഥിരപ്പെടൂല അർത്ഥം. ഫയജിബു അലാ കുല്ലി മിന്നുമാ ഫിൽ മുഹറമി ഷാത്തുൻ. അപ്പോൾ അങ്ങനെ വരുമ്പം അടുത്ത മുഹറമിൽ അവർ ഓരോരുത്തരും ഓരോ ആടീശ കൊടുക്കണം. കാരണം ഒരാൾക്ക് രണ്ടാൾക്കും സെപ്പറേറ്റായി കൊടുക്കണം. കാരണം ഇവിടെ എന്തില്ല, ഹുൽത്തത്ത് എന്നുള്ളത് ഇവിടെ സ്ഥിരപ്പെട്ടിട്ടില്ല. അത് ജദീദ് പ്രകാരം. എന്നാൽ ഖദീമ് പ്രകാരം അവിടെ ഹുൽത്തത്ത് സ്ഥിരപ്പെടും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നിസ്ഫ് ഷാത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഫുൾ ഷാത്ത് ആകും. ടോട്ടൽ ഒരു ഷാത്ത് കൊടുത്താൽ മതി അർത്ഥം. അപ്പോൾ തസ്ബുത്തു ഫി സനത്തി സാനിയത്തിയമാ ബാദാഖത്ത്, രണ്ടാം വർഷം അതിൻ്റെ അപ്പുറത്തുള്ള വർഷങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും ആ ഹുൽത്തത്ത് അല്ലെങ്കിൽ ഇസ്തിറാക്ക് എന്നുള്ളത് സ്ഥിരപ്പെടും. വൈദാ ഖലത ഐശ്വരീന മിനൽ ഓനമി ബി ഐശ്വരീൻ. ഇനി അവർ രണ്ടുപേരും 20 ആടിന് 20 ആടുമായിട്ടാണ് അവർ ചേർത്തത്. അഹദ സായി ഷാത്തമിൻ നസീബി ആദിമ. എന്നിട്ട് സായി ഒരാളുടെ വീതത്തിൽ നിന്ന് ഒരു ആടിനെടുത്തു. അങ്ങനെയാണെങ്കിൽ റജ അല സ്വാബി നിസ്ഫി കീമത്തിയ ലാബി നിസ്ഫി ഷാത്തിൻ. എന്നാൽ ആരുടെ ഇതിൽ നിന്നാണോ എടുത്തത് അയാൾക്ക് വേണമെങ്കിൽ എന്നല്ല, അയാളെ തിരികെ ചോദിക്കണം. അല്ല സ്വാബി തൻ്റെ കൂട്ടുകാരനോട് എന്ത് ബിനിസ്ഫി കീമത്തിയ, ഇപ്പോൾ എടുത്ത ആടിൻ്റെ കറക്റ്റ് പകുതി, എല്ലാ ബിനിസ്ഫി ഷാത്തി, അല്ലാതെ നിസ്ഫു ഷാത്ത് ചോദിക്കരുത്. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് സക്കാത്ത് എടുത്തുകൊണ്ട് നമ്മൾ രണ്ടാളും പാടി ആടായിരുന്നു. അതിൽ എൻ്റെ പേരിൽ തന്നെ ഒരാടിനെ കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ വില ഇത്രയാണ്, അതുകൊണ്ട് അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ആ സ്വാഹിബ് തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകണം. ലെന്നാ ഓരോ മിസിലിയത്ത് അലാബി നിസ്ഫി ഷാത്ത് എന്ന് പറഞ്ഞ്, അതായത് അതിൻ്റെ പകുതി പൈസയാണ് തന്നെ, അല്ല പകുതി ആടിനെ അല്ല തരേണ്ടത്. കാരണം ഈ എടുക്കുന്ന ആടെന്തല്ല മിസിലിയത്താവൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ കണക്കാക്കാൻ ബുദ്ധിമുട്ടല്ലേ. പകുതി ആട് ഞാൻ ഒരാടിനെ എടുത്തുകൊണ്ടിട്ട് അതിൻ്റെ പകുതി ആടിനെ വേറെ തിരിച്ചു തരാനല്ലേ. അപ്പോൾ റിസ്ക് ആയതുകൊണ്ട് അതിൻ്റെ പൈസയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒലോകാനല്ലേ ആദ്യമ മിയത്തും ഒലിലാഹരി ഹംസോൻ, ഒരാൾക്ക് 100ഉം മറ്റൊരാൾക്ക് 50ഉമാണുള്ളത്. ഫഹദസായ ഷാത്തേനിൽ വാജിബത്തേനി. ഇങ്ങനത്തെ അവസ്ഥയിൽ 121 നമ്മൾ പറഞ്ഞു 2 ആടാണെന്ന്, മീൻസ് സ്വാഹിബിൽ മിയ അല്ലേ. അപ്പോൾ അത് 100ൻ്റെ ആളേക്ക് എന്നാണ് എന്തെടുത്ത് സായി 2 എടുത്തത്. അങ്ങനെയാണെങ്കിൽ റജ ബി സുലുസി കീമത്തിയുമാ, റജ എന്താണ് ആരുടെ ഇതിൽ നിന്നാണ് എടുത്തത് അവനക്ക് മടങ്ങാം. എന്ത് ബി സുലുസി കീമത്തിയുമ, ഈ 2 ആടിൻ്റെയും എന്ത് സുലുസ് ഭാഗം ഇയാൾ എടുക്കണം. കാരണം അയാളുടെ 100 ആടുണ്ടല്ലോ. അപ്പോൾ 3-ൽ 2 ഭാഗം എടുത്തിട്ട് ബാക്കി 3-ലൊന്ന് മറ്റേ ആളുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ സോഹിബുൽ ഹംസീന ബി സുലുസൈ ഖീമത്തി ഷാദി. അതേമാതിരി തന്നെ ഇനി ആ എടുത്തത് 50ൻ്റെ ആളേക്കെന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ഓന് 3-ൽ 1 ഭാഗം എടുത്തിട്ട് വില എടുത്തിട്ട് ബാക്കി 3-ൽ 2 ഭാഗത്തിൻ്റെ വില തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കാം. വലോ തനാസാഫി കീമത്തിൽ മഹോദി. ഇനി എടുക്കപ്പെട്ട സാധനമില്ലേ, ആ സാധനത്തിന്റെ വിലയിൽ രണ്ടാൾക്കാരും പരസ്പരം എന്തുണ്ടായാൽ ഷണ്ടുണ്ടായാൽ കച്ചറുണ്ടായാൽ ഫൽ കൗലുൽ മർജൂഇ അലൈഹി, റാജിൻ്റെതല്ല മർജൂ അലൈഹിൻ്റെതല്ല ആണ് ഇവിടെ എന്ത് മർജൂ അലൈഹി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയാം റജ എന്ന് പറഞ്ഞില്ലേ. റജ പറഞ്ഞാൽ ആര് മടങ്ങണം എന്നാണ്, ആരുടെ സമ്പത്തിൽ നിന്നാണോ സഹായി ആടെടുത്ത് കൊണ്ടുപോയത് അയാളാണ് മടങ്ങുക. അപ്പൊ അയാൾ റാജി. മർജൂ അലൈഹി പറഞ്ഞ മറ്റേ ആള്, ആരാണോ പൈസ കൊടുക്കാനുള്ളത് അയാള്. അപ്പൊ അയാളുടെ അടുത്തേക്ക് മടങ്ങണം. ലിയാനോ ഓരിമൻ, കാരണം അദ്ദേഹമാണ് ഇവിടുത്തെ കടക്കാരൻ അല്ലേ.
കടമുള്ള ആള് അദ്ദേഹമാണ്. അപ്പോൾ ആ കടം വീട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഇനി വല്ല വേറെ തസീർ ഹുൽത്തത്തി സമരി വസ്സറഇ വന്നഖദി വഅർളി തിജാറത്തി. ഹുൽത്തത്തു സമറി, അതേപോലെ തന്നെ ഹുൽത്തത്തു സറഇ, അതുപോലെ തന്നെ ഹുൽത്തത്തു നഖദ്, പിന്നെ ഹുൽത്തത്തു അർളി തിജാറ, ഈ സംഗതികളിലൊക്കെ ഹുൽത്തത്ത് പ്രത്യേകം എന്തുണ്ടാകും, അസർ ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് ഹുൽത്തത്തിന് രണ്ടാൽക്കുണ്ട്, ഇസ്തിറാഖിന്റെ ഹുൽത്തത്തുണ്ട്, മുജാവറത്തിന്റെ ഹുൽത്തത്തുണ്ട്. ഉമൂമി മാ തഖദ്ദമ ഫിൽ ഹദീസി, കാരണം നേരത്തെ ഹദീസിൽ പറഞ്ഞത് എന്താ, വലാ യുഫറഖു ബൈന മുജ്തമീൻ വല ഖശിയത സ്വതഖത്തി, ഒരുമിച്ച് കൂട്ടി നിൽക്കണ മാശയത്തിനെ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിക്കണ സമ്പത്തിനെ വേർതിരിച്ചാണ്ട് അവിടെ കൂടി കൊണ്ടിടാൻ പാടില്ല. ഹസിയത സ്വതക്കത്തി, സ്വതക്കയെ പേടിച്ചിട്ടാണ്. വസാനി ലാ, അപ്പൊ ഇവിടെ അതാണ് അള്ളഹർ. ഇനി എല്ലാ സാനി എന്താ, അല്ലാ ദ്വസർ മുത്തലക്കൻ, അത് നിരുപാധികം. നിരുപാധികം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപാധികൾ ശേഷം പറയുന്നുണ്ട്. അതായത് നക്കതിൽ ഉണ്ടാവില്ല, മറ്റേല്ല അങ്ങനത്തെ ഉപാധികളൊന്നും ഇല്ലാതെ തന്നെ ഒരു നിലക്കും അത് അസർ ഉണ്ടാക്കൂലാണ്. ഇത് ലേസഫിയ മാഫിയ ഹുൽത്തത്തിൽ മാഷിയത്തി മിൻ നഫ്ഇൽ മാലിക് താരതമ്പി തഖലീലി സകാത്തി. കാരണം ഈ ഒരു ഹുൽത്തത്തിൽ എന്തുണ്ടാവില്ല, മാഷിയത്തിലുള്ള ഒരു നഫ് പടല്ലല്ലോ. എന്താ, ചില സമയങ്ങളിൽ സക്കാത്ത് കുറയണുണ്ടാവും ഹുൽത്തത്താകുമ്പോൾ. അങ്ങനെ ഒരു ഇവിടെ ഇല്ല, അങ്ങനെ ഒരു ഉപകാരം ഇവിടെ ഇല്ല. അതാണ് സാനി. ഇനി സാലിസ്, അപ്പൊ സാനി പറഞ്ഞത് ലാ ദ്വസറും മുത്തലക്കൻ, ഒരു നിലക്കും എന്തുണ്ടാവില്ല, അസർ ഉണ്ടാവില്ല. ഇങ്ങനെ ബാക്കിയുള്ള സമറനക്കത് അറുതിജാറത്തിലൊക്കെ ഇത് വെച്ചാലേ, ഇസ്തിറാക്ക് ഉണ്ടെങ്കിൽ തന്നെ. ഇനി അടുത്തത് വസാലിസു തുഅസിറു ഹുൽത്തത്തുൽ ഇസ്തിറാക്കി, തുഅസിറു അസർ ഉണ്ടാക്കും ഹുൽത്തത്തുൽ ഇസ്തിറാക്കി ഫക്കത്ത്. ഹുൽത്തത്തുൽ ഇസ്തിറാക്ക് പരസ്പര പങ്ക് ചേരൽ മാത്രം, അതായത് മുടക്കുമുതലില് പരസ്പരം പങ്കുള്ളത്, അതിൽ മാത്രം എന്തുള്ളൂ, അതിന്റെ ഇത് മാത്രം അസർ ഉണ്ടാക്കുകയുള്ളൂ. വക്കീല ലാ തുഅസിറു, ഇനി അടുത്ത കീൽ എന്താ, നാലാമത്തെ വരും. ഇപ്പം ലാ തുഅസിറു ഹുൽത്തത്തുൽ ജിവാരി ഫി നഖദി വഅർളി തിജാറത്തി. ഹുൽത്തത്തുൽ ജിവാർ എന്നുള്ള സംഗതി അത് നഖദിലോ അല്ലെങ്കിൽ അറളു തിജാറത്തിലോ വരൂല എന്നുള്ളതാണ്. ഇനി വഅലൽ ഔവലി, ഔവൽ എന്താ പറഞ്ഞാൽ തസീർ ഹുൽത്തത്തു സമരി എന്നല്ലേ, അത് പ്രകാരം കാല ബി ഷർത്തി അല്ല യതമയ്യസ, അത് ഹുൽത്തത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഷർത്തുണ്ട്. എന്ത്, ഫി ഹുൽത്തത്തുൽ ജിവാരി, ഹുൽത്തത്തുൽ ജിവാറിൽ ഒരാളുടെ ഇത് മറ്റേത് എന്ന് പറഞ്ഞാണ്ട് വേർതിരിച്ച് വെക്കാതെക്കാണ്. അല്ലാ തമയ്യസൻ നാത്തൂറു, നാത്തൂർ പറഞ്ഞാല് ആ സൂക്ഷിക്കുന്ന ആള്, വിൽ മുഹമ്മലത്തി നാളൂർ എന്നല്ല നാത്തൂർ, ഓവ ഹാഫിദു നഖലി വ ഷജരി, നഹലു ഷജറൊക്കെ നോക്കി നടത്തുന്ന ആളെന്ത് ചെയ്യണം, അത് അയാളെ മനസ്സിൽ നിന്നിട്ട് ഇത് മറ്റേ മുതലാളിൻ്റെ അത് ഇയാൾതാണ്, അങ്ങനെ മനസ്സിൽ എന്താണ് അങ്ങനെ അയാൾ തമ്മീസാക്കാനാ മതി. മനസ്സിലുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ വൽ ജരീനു, ജരീന് എന്ന് പറഞ്ഞാല് ഈ ഭയങ്ങളൊക്കെ ഉണക്കണ സ്ഥലം. അപ്പൊ അവിടെയും പരസ്പരം തമ്മീസിന്റെ ഇത് മറ്റേ ആളുടെ ഉണക്കണ സ്ഥലമാണ്, ഇത് ഇയാളുടെ ഉണക്കണ സ്ഥലമാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഏതില്, ഹുൽത്തത്തുൽ ജിവാറിലിട്ടോ. ദുഃഖാൻ, അതേമാതിരി തന്നെ കടകളില്, അതേപോലെ ഹാരിസ് കാവൽക്കാരന്, മക്കാനുൽ ഹിഫ്ള് അത് സൂക്ഷിക്കുന്ന സ്ഥലം, അതുപോലെയൊന്നും തമ്മീസ് ഉണ്ടാവാൻ പാടില്ല. മുത്താഹിദീൻ, അതായത് സൂക്ഷിക്കുന്ന ആള് ഒക്കെ പോലെ. അപ്പോൾ സൂറത്തു, അപ്പൊ അതെങ്ങനെയാണ് ഇതിന് തസീറു ഹുൽത്തത്തുൽ ജിവാറ് ഈ സമറിലൊക്കെ എങ്ങനെയാന്നുള്ളത് കൂടി വിശദീകരിച്ചു തരാണ്. അയ്യക്കോനല്ലി കുല്ലി വായതിമിന്നും അതിൽ നിന്നുള്ള ഓരോരുത്തർക്കും എന്തുണ്ടാകുക, സൊഫു നഖീലിൻ, ഈത്തപ്പനയുടെ ഒരു സൊഫ് ഔസറീൻ ഫി, അല്ലെങ്കിൽ ഒരു കൃഷി, ഫി ഹായത്യം വായതിന് ഒരേ തോട്ടത്തിൽ, ഓ കീസു ദറാമീൻ ഫി സുന്ദോക്യം വായതി, അല്ലെങ്കിൽ ദിറമിന്റെ ഒരു കീസ്, ദിറമുകളുടെ കീസ് ഒരേ പെട്ടിയില്, ഓ അംതിയത് തിജാറത്തിൻ ഫി ദുഃഖാനും വായതി, അല്ലെങ്കിൽ തിജാറത്തിന്റെ മത്താവ് അത് ഒരേ പീഡിയല്, അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ ഷർത്തോലും മദ്കുർ ഫി റൗദത്തി ഷർത്തൽ മദ്കുർ, ഈ ഷർത്ത് റൗദയിൽ പറഞ്ഞിട്ടില്ല. റാഫി അല തഅസീറുൽ ഹുൽത്തത്തി ബിൽ ഇർതിഫാഖി ബിത്യാദി നാത്തൂരി മദുക്കിറമാഹു. എന്നാൽ തഅസീറുൽ ഹുൽത്തത്തിന് റാഫി ഇമാമ്
റാഫിമാമ് എന്താണ് ഈ ഹുൽത്തത്ത് കൊണ്ട് തേസീർ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിനെ ഇല്ലത്ത് പറഞ്ഞപ്പോ എന്താ ബിൽ ഇർത്തിഫാക്ക് ഉപകാരം ഉണ്ടാവുണ്ടല്ലോ. ബിത്തിഹാദി നാത്തൂര് നാത്തൂറ് അതേമാതിരി തന്നെ ജരീന് അതുപോലെ അതിന്റെ കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്നാവുന്നതുകൊണ്ട് പ്രത്യേക ഉപകാരങ്ങൾ ഉണ്ടല്ലോ എന്ന്. ഫസാദ് അലാ ദാലിക ഫി ശറഇൽ മദ്ഹബി ഇത്തിയാദുൽ മായി എന്താണ് ഹിറാത്തി വൽ ആമിലി വൽ ഹുറാത്തി കൃഷിക്കാര് ആമില് വൽ വജ്ദാദി നഖ്ലി വൽ മൽഖഹി വൽ ഈത്തപ്പന്റെ കൊയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ആ സമയം അതൊക്കെ വൽ മൽഖഹി മൽഖഹ് എന്ന് പറഞ്ഞാല് ഈ പ്രജനനം ചെയ്യില്ല അതെ. പിന്നെ ലിഖാത്ത് പറഞ്ഞാല് കൊയ്ത്തിന്റെ ശേഷം അതിൽ കുറച്ചൊക്കെ ഒഴിവാക്കും ബാക്കിയുള്ളവർക്കൊക്കെ എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഹമ്മാലി അത് ചുമക്കണ ആള്, കയ്യാല് അളക്കണ വസാന്, ഇത് ഒരു മീസാന് വലിയ താജിരിന ഫി ഹാനൂത്യമായതിന് ഒരേ പീഡിയയിൽ ഒരു തുലാസ് മതി. പിന്നെ വൽ ബൈദർ, ബൈദർ എന്ന് പറഞ്ഞാല് ഇതാ അവിടെ ദിയാസിൽ ഹെന്തത്തി മനഹവിയ, ഈ ഹിന്തത്തൊക്കെ മെതിക്കണ സ്ഥലം. ഇതൊക്കെ ഒന്നാവുന്നതുകൊണ്ട് എത്രമാതിരി ചെലവോടെ കുറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഉപകാരം ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സീറോ ഹുൽദത്തിൽ സമറും ഉണ്ടാവും എന്നുള്ളതിന് റാഫി മാമ ഇല്ലത്ത് പറഞ്ഞതാണ്. അപ്പൊ ഇൻഷാ അള്ളാ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇനി അടുത്ത വലിയ വുജൂബി സക്കാത്തിൽ മാഷിയത്ത്, സക്കാത്തുൽ മാഷിയത്ത് ഇതാണ്, രണ്ട് ഷർത്തുണ്ട് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.